അപ്പൊ ശ്രദ്ധിക്കുക, ഇതെല്ലാവരും കേൾക്കണം. സകല ജാതികളുമായുള്ളവരെ സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. ഇത് കേൾക്കണം. എന്തോ കേൾക്കണം? സുവിശേഷം കേൾക്കണം. അതിനാ ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാ. മറ്റു കാര്യമൊന്നും കേൾക്കാൻ കൊള്ളാവുന്നതല്ല. അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും കൊച്ചുമക്കളും എല്ലാം കൂടി ഇരിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്ന ഒന്നും അല്ല ഈ പറയുന്നത്. ഞാൻ എപ്പോഴും പറയും, പ്രായമുള്ളവർ പറയല്ലേ, എന്തുവാ എടി പിന്നെ മൂത്തവര് വർത്താനം പറയുന്നതിന്റെ കീഴേ കയറിയിരിക്കുന്നത് എന്നാ കേൾക്കാനാ ഓ എന്ന് പറഞ്ഞാൽ മൂത്തവര് പറയുന്നതൊക്കെ അതറിയാം. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതൊക്കെ മൂത്തവരിരുന്ന് മിണ്ടുന്നില്ല. അതാ പിള്ളേരുടെ കേൾക്കുന്നത്. എന്നാ കേൾക്കാണ്ടിരിക്കുക, പ്രായമുള്ളൊരു വർത്താനം പറയുന്നിട്ട് പോകും. അപ്പൊ പ്രായമുള്ളവരെല്ലാം പറയുന്നത് ഇത്ര ആവശ്യമില്ലാത്തായി പറയുന്നത്. പക്ഷെ ഇവിടെ എല്ലാവർക്കും വന്നിരുന്ന് കേൾക്കാം. മൂത്തവർക്കും കേൾക്കാം, ഇളയവർക്കും കേൾക്കാം, പിള്ളേർക്കും കേൾക്കത്. കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് കേൾക്കുന്ന കണ്ടോ? മനസ്സിലാകുന്നില്ലയോ മോനെ? മനസ്സിലാകുന്നില്ലേ മോളെ? അതാ കേൾക്കാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റാവുന്ന അത് വേറെ കേസാ, ഞാൻ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവർക്കും കേൾക്കാൻ പറ്റാവുന്ന ഒന്നാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. അപ്പൊ എന്താണ് സുവിശേഷം? അത് നസറയനാകുന്ന യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കണം. ഓടിച്ചു പോകാം. സുവിശേഷം കേൾക്കാനുള്ള ഗുണമെന്ന ഞാൻ ഇന്നും പറയാനുണ്ട്. എന്നിട്ട് പറയുന്നത് എനിക്ക് സന്തോഷമാണ്. ഒന്ന്, സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-15 തിരുവെടുത്തുകൾ അറിവുള്ളതാ എങ്കിലും ഒന്ന് വായിച്ചു വിട്ടു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-15. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് യേശു ക്രിസ്തു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. യേശു ആദ്യം ഗലീലയിലാണ് ചെന്നത്. ഗലീലയിൽ അതെന്നാ ഗലീലയിൽ ചെന്നത്? ഗലീലക്കാരെ ആർക്കും വലിയ താല്പര്യമുള്ളതല്ല. അവിടോട്ടാ യേശു ചെന്നത്. ഞാനും നിങ്ങളുമൊക്കെ ചെല്ലുന്നത് താല്പര്യം ഉള്ളിടത്തോട്ടാണ്. നമ്മൾ പറയല്ലേ, ജോർജ് കുട്ടി നമുക്കാണ്ട് ആ വീട്ടിലോട്ട് പോകാൻ, ഞാൻ വരുന്നില്ല. അതിനാ അവർക്ക് എന്നോട് വലിയ താല്പര്യം ഇല്ല. അത് നമുക്ക് അവറാച്ചായന്റെ വീട്ടിൽ പോകാം, പുള്ളിക്ക് എന്നോടും താല്പര്യമായി, എനിക്ക് പുള്ളിയോടും താല്പര്യം. അതെ, നമ്മുടെ ആൾക്കാർ സുവിശേഷം പരസ്യയോഗം നടത്താൻ പോകുമ്പോഴും ചിലര്, എല്ലാവരും അല്ല, ചിലര് നമുക്ക് അവിടെ പോയൊരു പരസ്യയോഗം നടത്താം. വേണ്ട, അവിടെ ആരും ചെയ്യിപ്പിക്കത്തില്ല. നമ്മുടെ ആൾക്കാരെ ഓടിച്ച സ്ഥലമാണ്. ആന്നോ? എന്നാ വേണ്ട. പിന്നെ നമുക്ക് എവിടെ പോകണം? നമുക്ക് കുമ്പനാട്ട് കവലയിലാണെങ്കിലും ഇനിയിപ്പോ ഈ രീതിയിലാ പോകുന്നെങ്കിൽ അവിടെയും പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അതെന്നാന്ന് ഇപ്പൊ മൈക്കിൽ കൂടെ പറയാനൊക്കത്തില്ല. ഈ രീതിയിലാ പോകുന്നെങ്കിൽ അവിടെയും മിക്കവാറും സാധ്യതയുണ്ട്. നമ്മളെല്ലാം ഇഷ്ടമുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. പക്ഷെ ഗലീലയിലോട്ടാ യേശു ആദ്യം ചെന്നത്. യേശു ക്രിസ്തുവിന്റെ കന്നി പ്രസംഗം ഗലീലയിലാണ്. ആണ്ടാ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12 മുതലൊന്ന് വായിച്ചേ. 12 തോന്നുന്നു. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ. യോഹന്നാൻ തടവിലായെന്ന് കേട്ടാറേ. യേശു ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. യേശു ഗലീലയ്ക്ക് ആദ്യം വാങ്ങിപ്പോയത്. നസ്രത്ത് വിട്ട് 3-ാം അധ്യായത്തിൽ അവിടുന്ന് സ്നാനപ്പെട്ട് 4-ാം അധ്യായത്തിൽ അവിടുന്ന് ഉപവസിച്ചു 40 ദിവസം. ഉപവസിച്ച് ആത്മശക്തിയോടെ ആത്മനിയോഗത്തോടെ അവിടുന്ന് മരുഭൂമിയിലേക്ക് പോയി. പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെട്ട് യേശു പരീക്ഷയെ ജയിച്ച് ജയപേര് മുഴക്കി യേശു ആത്മശക്തിയോട് ആദ്യം ഗലീലയിലേക്കാണ് പോയത്. ആ ഗലീലയിൽ എന്തിനാ ചെന്നത്? സുവിശേഷം അറിയിക്കാൻ. അതെന്താ? ഗലീലക്കാരെ ആർക്കും താല്പര്യമില്ല. കാരണം ഗലീല എന്ന് പറയുന്നത് ഇരുണ്ട സ്ഥലമാണെന്ന. പണ്ട് ഈ ശലോമോൻ ഹീരാമിന് സ്ഥലം കൊടുത്തു. സ്ഥലം കൊടുക്കാൻ കാര്യം, ശലോമോൻ പള്ളി പണിയാൻ നേരത്ത് തടി മേടിച്ചത് ഹീരാമിനോടാ. അപ്പൊ ഹീരാമിനോട് തടി ചോദിച്ചു, തടിയെല്ലാം കൊണ്ട് കൊടുത്തു. മരം വെട്ടിക്കൊണ്ടുവന്ന് ആലയം പണിതു. അപ്പൊ ആലയം പണിയാൻ തടി കൊടുത്ത ഹീരാമിന് ശലോമോൻ 20 പട്ടണം കൊടുത്തെന്ന. ആ പട്ടണം അത്ര നല്ല പട്ടണമല്ല, വലിയ സുഖകരമല്ലാത്തൊരു പട്ടണം. ആ ഹീരാൻ ചോദിച്ചു, സഹോദര ഇതാണോ തരുന്നത്? ഇതാണോ? അതാ സഹോദര ഇങ്ങനാണോ? അതാ ഹീരാമിനോട്, സഹോദര ഇങ്ങനെ അല്ല. വായിച്ചേ 9:10 രാജാക്കന്മാരുടെ 1-ാം പുസ്തകം. ശലോമോൻ യഹോവയുടെ ആലയം, രാജധാനി എന്നീ 2 ഭവനവും. ശലോമോൻ യഹോവയുടെ ആലയവും രാജധാനി എന്ന 2 ഭവനം 20 സംവത്സരം കൊണ്ട് പണിത ശേഷം 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം സോർ രാജാവാകുന്ന ഹീരാം ശലോമോന്റെ
ശലോമോന് അവന്റെ ഇഷ്ടം പോലൊക്കെയും ആ ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ദേവദാരുവും സരളമരവും സ്വർണവും എല്ലാം കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ആ. ഹീരാമിന് ഗലീല ദേശത്ത് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്ത് 20 പട്ടണം കൊടുത്തു. 20 പട്ടണം കൊടുത്തു. പുള്ളി കൊടുത്തു 20 പട്ടണം കൊടുത്തു ഹീരാമിന്. കൊടുക്കാൻ കാര്യം തടി തന്നതല്ലേ, പള്ളിക്ക് തടി തന്നതാ. ദൈവാലയം, യെരൂശലേം ദേവാലയം പണിയാൻ പള്ളിക്ക് തടി തന്നു. സരളമരവും ദേവദാരുവും സ്വർണവും ഒക്കെ കൊടുത്തു. സ്വർണം കൊടുത്തെന്നല്ലേ, സ്വർണവും കൊടുത്തെന്നാന്നോ? ആ, സ്വർണമൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ ആ വാക്യം വായിച്ചു. ശലോമോൻ യഹോവയുടെ ആലയം, ആ. രാജധാനി എന്നീ 2 ഭവനവും ആ 20 സംവത്സരം കൊണ്ട് പണിത ശേഷം ആ സോർ രാജാവായ ഹീരാം ആ ശലോമോന് അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ആ ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് സോർ രാജാവ് കൊടുത്തു. കാരണം ഇവർക്ക് കാശുള്ളവര് ആരാ? സോർ രാജാക്കന്മാര്. 45 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് സോർ നിവാസികൾ ദേശത്തിലെ കല്യാണത്തിന് വായിച്ചു കേട്ടിട്ടില്ലേ? കല്യാണമൊന്നും ഈ ഏരിയ നടക്കുന്നില്ലായിരിക്കും. കല്യാണത്തിന് വായിക്കുന്നതാ. സോർ നിവാസികൾ ദേശത്തിലെ ധനവാന്മാർ അവർ കാഴ്ചവെച്ച് മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ ഒരു വരി പാടട്ടെ. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം. ജോഡി വായിക്കാൻ ഞാൻ അവസരം തന്നതാ. ഞാൻ വെള്ളം കുടിക്കാൻ പോകും. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം. എന്തു പരിപൂർണ യാമിവളി അണിയും വസ്ത്രം പൊൻകസപ്പ് കൊണ്ടു നെയ്തതാ. എന്തു പരിപൂർണ യാമിവളി അണിയും വസ്ത്രം പൊൻകസപ്പ് കൊണ്ടു നെയ്തതാ. മനസ്സുയരും നഗോ നന്മയേറും വചനത്താൽ, എൻ മനസ്സുയരും നഗോ നന്മയേറും വചനത്താൽ, എൻ മനസ്സുയരും നഗോ നന്മയേറും വചനത്താൽ. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി, ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി, ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി.
ബന്ധം കൊണ്ടുള്ളതാം ചന്തമേറെ രാജധാനി ദന്തി ദന്തം കൊണ്ടുള്ളതാം ചന്തമേറെ രാജധാനി സ്വാത്വബോധം വരൂ തുന്നല്ലോ നിന്നെ കനീശം കമ്പിവാദ്യങ്ങളിൽ നിൻ സ്വനം സാത്വബോധം വരൂ തുന്നല്ലോ നിന്നെ കനീശം കമ്പിവാദ്യങ്ങളിൽ നിൻ സ്വനം എൻ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ എൻ മനസ്സുയരുന്നതും നന്മയേറും വചനത്താൽ ചിന്മയേറുവരെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു ചിന്മയനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, പള്ളി പണിയാനായിട്ട് ഹീരാം തടി കൊടുത്തു. അത് സരളമരോ ദേവദാരു സ്വർണവും. പള്ളി പണിയാനൊക്കെ വല്ലതും കൊടുക്കണേ. 5 ഏക്കർ ഉള്ളവനും കൊടുക്കുന്നത് 5 സെന്റ് സ്ഥലമാ. 5 ഏക്കർ ഉണ്ട്, കൊടുക്കുന്നത് എത്രയാ? മിണ്ടുന്നില്ല. അത് വഴിയില്ല. അത്യാവശ്യ കാര്യത്തിന് പോകണമെങ്കിൽ മറ്റവന്റെ പറമ്പിൽ പോകണം. മിണ്ടുന്നില്ലല്ലോ ആരും. എല്ലാരും അങ്ങോട്ട് പോകുന്നോണ്ട് ഇവിടെ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നും. നല്ല കാര്യം. 10 ഏക്കർ സ്ഥലമുള്ളവന് ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ അത്ഭുതം ചെയ്യണമെന്ന്. എന്തുവാ? 10 സെന്റ് സ്ഥലം ഞങ്ങളുടെ സഭയ്ക്ക് തരണം. കാനഡയിലെ കറിയാച്ചനോട് ദൈവം ഇടപെടാൻ. ഇവന് 10 ഏക്കറുണ്ട്, അത് തൊടിയിക്കുകയല്ല. എന്നെ എല്ലാരും മിണ്ടാതിരിക്കുന്നത്? നന്നായിട്ട് കൊടുക്കണം, വല്ലു നല്ലതുപോലെ കൊടുക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഹീരാം തടി കൊടുത്തു. നല്ല തടിയാ കൊടുത്തത്. ഏതാ തടിയുടെ പേരെന്നാ? തടിയുടെ പേര് സരളമരം, ദേവദാരു. പണ്ടൊരാള് പറഞ്ഞു സരള മരം കൊടുത്തായിരുന്നു. അപ്പം വേറൊരാള് പറഞ്ഞു അവള് മരമേ കൊടുത്തോളൂ എന്ന് ചോദിച്ചു. അപ്പൊ സരളമരം കൊടുത്തു. പിന്നെ ദേവദാരു സ്വർണവും. ദേവദാരു ഒക്കെ കൊടുക്കണം. എന്തിനാ നമ്മൾ കൊടുക്കും? ദേവദാരു പൂത്തെന്നും പറഞ്ഞ് പാടി നടക്കുക. ഒന്നും അറിയാൻ മേല. കോളേജിന്റെ സൈഡിൽ കൂടെ 4 മണി വിട്ട സമയത്ത് നീ പാടിയതാ? ഏതാ? ഒന്നും അറിയാൻ മേല. ദേവദാരു പൂതെന്ന്. ഇപ്പോഴല്ല, പണ്ട് പാടിയ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇപ്പൊ പിന്നെ വേറെ പാട്ടാ. സിയോൻ സഞ്ചാരി ഞാൻ. ആയിക്കോട്ടെ, അത് പാടുന്നുണ്ടേ കുഴപ്പമില്ല. അപ്പൊ ദേവദാരു കൊടുത്തു, സരളവൃക്ഷം കൊടുത്തു, പൊന്നുമൊക്കെ കൊടുത്തു. ഇതെല്ലാം കൊടുത്ത് ശലോമോൻ അതിന് പ്രതിഫലമായിട്ട് പുള്ളിക്ക് 20 പട്ടണം കൊടുത്തെന്ന. ഒന്നുകൂടെ വായിച്ചു. ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്ത് 20 പട്ടണം കൊടുത്തു. 20 പട്ടണം കൊടുത്തു. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ ഹീരാമിന് കൊടുത്ത പട്ടണം കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്നു. സോർ രാജാവ് അവിടുന്ന് ഇവിടെ വന്നു. എന്നാൽ അവന് ബോധിച്ചില്ല. ബോധിക്കാത്ത സ്ഥലമായി കൊടുത്തത്. ബോധിച്ചില്ല. ചിലര് കൊടുക്കും, ഗുണം വരികയല്ല. കൊടുത്തെന്ന് പേരും കിട്ടിയവന് ഗുണം വന്നോ? അതുമില്ല. ഇവര് പേരെടുക്കും. കൊടുത്തു വർഷങ്ങളായിട്ട് കൊടുത്തു. നല്ല കാര്യം. ചിലര് ആഹാരം കൊടുക്കും, വയറ് നിറച്ച് കൊടുക്കുകയല്ല, കൊടുത്തെന്ന് പേരും. എനിക്കറിയാവുന്ന ഒരു വീടുണ്ടായിരുന്നു, കൊടുക്കുകയല്ല, കൊടുക്കും വയറ് നിറച്ച്. ഈ ആഹാരം വയറ് നിറച്ച് കൊടുക്കണം. ഒത്തിരി വിഭവങ്ങള് കൊടുക്കുന്നതല്ല വിഷയം. ചിലപ്പോൾ ഒരു ചമ്മന്തിയെ കാണുകയുള്ളു, മുളക് ഉടച്ചതായിരിക്കും, പക്ഷെ അത് വയറ് നിറച്ച് കൊടുക്കണം. ഇത് കൊടുത്തെന്ന് പേരും. അവന് ഗുണം വന്നോ? അവൻ പിന്നെ നോക്കിയിരിക്കുക. ഇവരോട് ചോദിക്കുന്നുമില്ല. ഇല്ലെങ്കിൽ നമുക്കറിയാം ഇല്ലെന്ന്. ചിലരുണ്ടെങ്കിലും കൊടുക്കുകയല്ല. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. വയറ് നിറച്ച് കൊടുക്കണം. ആഹാരം കൊടുക്കുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അത് വയറ് നിറച്ചവർക്ക് കൊടുക്കണം. ദൈവത്തിന് മഹത്വം. ആഹാരം മാത്രം, അത് എന്ത് കൊടുത്താലും നല്ലത് കൊടുക്കണം. അതിന് ഏറ്റവും വലിയ തെളിവാ സ്വർഗത്തിലെ ദൈവം മനുഷ്യവർഗത്തിന് കൊടുത്തു. എന്ത് കൊടുത്തു? ഏറ്റവും നല്ലവനായ തന്റെ പുത്രനെ കൊടുത്തു. അതാ നമ്മുടെ മാതൃക. ഏറ്റവും മെച്ചപ്പെട്ടതാ പുത്രൻ. ആ പുത്രനെ കൊടുത്തു. ഞാനും നിങ്ങളും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ഏറ്റവും നല്ലത് കൊടുക്കണം.
കൂടെ ആരാധിക്കുന്ന സഹോദരിക്ക് വസ്ത്രമില്ല, ഒരു സാരി കൊടുത്താൽ നല്ല സാരി കൊടുക്കണം, അല്ല തട്ടി കീറിയതും തുമ്പ് കൂട്ടി തുന്നിയതും ഉറുമ്പരിച്ചതും ഇഷ്ടമില്ലാത്തതുമല്ല കൊടുക്കുന്നത്. അതെല്ലാം പൊതിഞ്ഞ് 5-6 കടലാസ് ഇട്ട് പൊതിഞ്ഞ്, കാരണം ഇവിടെ വെച്ച് എങ്ങും തുറന്ന് നോക്കരുത്. അതിനാ പൊതിഞ്ഞ് 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 അവിടെ ചെന്നിച്ച് പൊതി അടിച്ചടിച്ച് ഊപ്പാട് വരിക. അങ്ങനല്ല, ഏറ്റവും നല്ലത് കൊടുക്കണം. എന്ത് കൊടുത്താലും കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തിട്ടുള്ളവർക്ക് ആർക്കും ഒരു ദോഷവും വന്നിട്ടില്ല. അവരുടെ സന്തതിയെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ഹീരാമിന് ശലോമോൻ കൊടുത്തു 20 പട്ടണം. പക്ഷെ അത്ര നല്ലതല്ല. പട്ടണം കൊടുത്ത സ്ഥലം പട്ടണം കാണേണ്ടതിന് ഹീരാം വന്നു. അടുത്ത വാക്യം. എന്നാൽ അവന് ബോധിച്ചില്ല. എന്നാൽ അവന് ബോധിച്ചില്ല. ആർക്ക്? ഹീരാമിന് ബോധിച്ചില്ല. ബോധിക്കാത്തതായി കൊടുത്തത്. അടുത്തത്. സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത്? എന്റെ സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണം എന്ത്? ഇതെന്തിനു കൊള്ളാം? കാരണം അങ്ങനത്തെ സ്ഥലമായി കൊടുത്തത്. ഇത് ഗലീല പ്രദേശമൊക്കെ ആയി കൊടുത്തത്. പിന്നീട് പഠിച്ചു വരുമ്പോൾ ഈ സ്ഥലത്തിന് വേറെയും കുഴപ്പടിയുണ്ട്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം പഠിക്കുമ്പോൾ ഈ സ്ഥലത്തെ പറ്റി വായിക്കുന്നത് അന്ധകാരം നിറഞ്ഞ സ്ഥലമായിരുന്നല്ലോ. വായിച്ച് 9-ന്റെ 1-ഉം 2-ഉം പെട്ടെന്ന് വായിച്ചു. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. അപ്പൊ ഇത് കഷ്ടതയുടെ ദേശമാ, തിമിരമുള്ള ദേശം. അടുത്തത്. പണ്ട് അവിടുന്ന് സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇത് ജാതികളുടെ ഗലീല എന്നാ പറയുന്നത്. അടുത്തത്. പിന്നെ ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. അത് എല്ലാ വാക്യങ്ങളും എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഈ ദേശത്തിന്റെ കുഴപ്പടി അന്ധതമസ്സുള്ള ദേശം, ഇരുട്ടുള്ള ദേശം, അന്ധകാര നിബിഡമായ ദേശം, പ്രകാശമില്ലാത്ത ദേശം, തിമിരമുള്ള ദേശം, കഷ്ടതയുള്ള ദേശം. അതുകൊണ്ടാ ഹീരാൻ ചോദിച്ചത്, എന്തുവാ ഇതൊക്കെ തന്നു? ഹീരാമാരാ വലിയ ധനാഢ്യനാ, ശലോമോനാരാ ഇതുപോലെ ബുദ്ധിയുള്ളവൻ. ബുദ്ധി കൊണ്ടാ ഇങ്ങനെ കൊടുത്തത്. അപ്പം ചാകാൻ നേരത്ത് പറഞ്ഞു വെച്ച് പോയി, നീ നല്ല ബുദ്ധിമാനല്ലേ എന്ന്. പുള്ളി അതിനെല്ലാം കൈകാര്യം ചെയ്തു. അപ്പൊ ശലോമോൻ ബുദ്ധിയോടെ പുള്ളിക്കിരിക്കട്ടെ. അങ്ങനെയൊക്കെ ഈ സ്ഥലം കൊടുത്തു. പക്ഷെ ഇത് ഹീനതയും അന്ധകാരവും തിമിരവും കഷ്ടതയും ഒക്കെയുള്ള വല്ലാത്ത സ്ഥലമാ ഈ ദേശം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം പഠിക്കണം, ആ ദേശത്തായിരുന്നു യേശുവിന്റെ ആദ്യത്തെ ശുശ്രൂഷ. ഗലീല സ്ഥലം. കാരണം ഇത് ഹീനതയുള്ള ദേശമാണ്. അതുകൊണ്ട് ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരെല്ലാം കൂടെ മാളികമുറി കൂടി 120 പേര് കൂടുന്ന സംഘം ദൈവത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധാത്മ നിറവിനായി കാത്തിരുന്നപ്പോൾ ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അന്യഭാഷ അവര് സംസാരിച്ചു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയൊക്കെ സംസാരിച്ചു. വൻ കാര്യങ്ങളാണ് ഇവർ പ്രസ്താവിക്കുന്നത്. 18 ഭാഷക്കാർക്കും പിടികിട്ടി. അവർക്കെല്ലാം പിടികിട്ടി ഇവര് പറയുന്ന കാര്യം. അപ്പൊ അവര് ചോദിച്ചൊരു പദമുണ്ട്, ഇവരെല്ലാം ഗലീലക്കാരല്ലേ എന്ന്. ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ ഗലീലക്കാർക്ക് വലിയ വിദ്യാഭ്യാസമില്ല, പക്ഷെ ഇവര് വെച്ചലക്കുന്ന അപൂർവമായ വൻകാര്യമാണ്. അപ്പൊ വന്നവര് പറഞ്ഞു, ഇവരെല്ലാം ഗലീലക്കാരല്ലേ. സ്തോത്രം. അപ്പൊ ഗലീലക്കാരെ ആ വിധത്തിൽ താഴ്ത്തിക്കെട്ടിയാ കാണുന്നത്. പക്ഷെ യേശു ആദ്യം ചെന്നത് അങ്ങോട്ടാണ്. ഞാന് ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾക്കും അറിവുള്ള കാര്യമാണ്. ഈ ഹീരാമിന്റെ ധനം കൊണ്ട് ഈ സ്ഥലം റെഡിയായില്ല. ശലോമോന്റെ ബുദ്ധി കൊണ്ടും ഈ സ്ഥലത്തിന് മെച്ചം വന്നില്ല. പക്ഷേ ശലോമോനിലും വലിയവനായവൻ, ദൈവാലയത്തെക്കാൾ വലിയവനായവൻ, യോനയിലും വലിയവനായവൻ, സ്വർഗത്തെക്കാൾ വലിയവനായവൻ വന്നപ്പോൾ ആ ഹീനത മുഴുവൻ മാറി. മാത്രമാണോ യേശുവിന്റെ അപ്പോസ്തലന്മാരിൽ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഗലീലക്കാരല്ലേ? കർത്താവ് ഗലീല കടപ്പുറത്തൂടെ നടക്കുമ്പോൾ, ഗലീല കടപ്പുറത്തൂടെ അങ്ങനെ ഗലീല കടപ്പുറത്തൂടെ നടന്നപ്പോൾ 2 പേര് വീശുന്നു. ആരൊക്കെയാ? പത്രോസും അവന്റെ സഹോദരൻ അന്ത്രയോസും 2 പേരുടെ വീശുന്നു ഗലീല കടപ്പുറത്ത്. ഏതാ? ഹീനതയുള്ള, തിമിരമുള്ള, അന്ധകാരമുള്ള, കഷ്ടതയുള്ള, ബുദ്ധിമുട്ടുള്ള ആ സ്ഥലത്ത് നിന്ന് ആദ്യം 2 എണ്ണത്തിനെ ഇങ്ങെടുത്തു. സ്തോത്രം. അവിടുന്നായിരുന്നു 2 എണ്ണം ഇനി വരാൻ പറഞ്ഞു. വീശുന്നു. കർത്താവിന് മനസ്സിലായി മീൻ പിടിക്കാൻ കൊള്ളാം, വരാൻ പറഞ്ഞു അന്ത്രയോസിനെയും പത്രോസിനെയും. അത് കഴിഞ്ഞ് പിന്നെ അതിലെ കൂടെ അങ്ങോട്ട് പോയപ്പോൾ 2 പേര് വല നന്നാക്കുന്നു. ആരാ? യോഹന്നാനും അവന്റെ സഹോദരൻ യാക്കോബും, സെബദി മക്കള് നന്നാക്കുന്നു. അപ്പൊ യേശുവിന് മനസ്സിലായി ഇവരെ നന്നാക്കാൻ കൊള്ളാം, വരാൻ പറഞ്ഞു. 2 എണ്ണം വീശുന്നു, 2 എണ്ണം
നന്നാക്കുന്നു. നമ്മൾ ഇതിലൊന്നും വീശുന്നുമില്ല, നന്നാക്കുന്നതിൽ വെറുതെ വന്നുറങ്ങുക. അപ്പൊ യേശുക്രിസ്തു കന്നിപ്രസംഗം നടത്തിയത് ഈ സ്ഥലത്താ. എല്ലാവരും കൊള്ളുക എന്ന് പറഞ്ഞ സ്ഥലം. ആർക്കും ഇഷ്ടപ്പെടാത്ത വ്യക്തികള് യേശുവിന് ആവശ്യമാ. ഞാൻ അധികം ദീർഘമാക്കുന്നില്ല. ആ സ്ഥലത്ത് വന്ന് യേശു സുവിശേഷം അറിയിച്ചു. അതാ മർക്കോസ് 1:14. ഇനി വായിച്ച സുവിശേഷം കേട്ടാൽ എന്ത് സംഭവിക്കും? 1:14. മർക്കോസ് 1:14. എന്നാൽ യോഹന്നാൻ തടവിൽ ആയ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അടുത്തത് കാലം തികഞ്ഞു, ദൈവരാജ്യം കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടണം. അപ്പോൾ ശരി, ശ്രദ്ധിക്കുക, ഓടിച്ചു പറയാ. ഒന്ന്, ഈ സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം എന്തുവാ ഈ മാനസാന്തരം? ഒറ്റ വാക്ക് പറഞ്ഞാൽ തിരിഞ്ഞു വരണം. നേരത്തെ ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതും കാട്ടിക്കൂട്ടിയതൊന്നും ഇനി പാടില്ല. മാനസാന്തരപ്പെട്ട് കഴിക്കുമ്പോൾ ഒരു തിരിഞ്ഞു വരവാ. പഴയ വഴി കൊണ്ട് നടക്കരുത്, പഴയ വഴിയിൽ പോകരുത്, പണ്ടത്തെ കാര്യങ്ങളിലേക്കൊന്നും ഇനി ഇടപെടരുത്. നീ ഒരു പുതിയ വഴിയിലേക്ക് പ്രവേശിക്കുക. അതാ ഈ മാനസാന്തരം. എല്ലാം വിവരിക്കുന്നില്ല, വിസ്തരിക്കുന്നില്ല. ഇന്നലെ വന്ന കർത്തദാസൻ ചില കാര്യം പറഞ്ഞു കാണാം. നാളെ വരുന്ന പ്രഗത്ഭനായ കർത്തദാസൻ അദ്ദേഹവും പറഞ്ഞു. തിരിഞ്ഞു വരവ് മാത്രമാണോ മാനസാന്തരം എന്ന് പറഞ്ഞ വഷളത്വം വിടുന്നതാ. വഷളത്വം അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെടണമെന്ന. വഷളത്വം, ഒത്തിരി കാര്യം വഷളത്വങ്ങളുണ്ട്. അതെല്ലാം ഇപ്പം വിവരിക്കാൻ നേരമില്ല, പൊതുയോഗമായതുകൊണ്ട് എല്ലാം പറയാനൊക്കത്തില്ല. വഷളത്വം ഒത്തിരി ഉണ്ട്, അതെല്ലാം അങ്ങ് വിടണം. അതാ ഈ മാനസാന്തരം. അപ്പൊ ഈ ഒന്ന്, സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. ഒരു തിരിഞ്ഞു വരവാ. പഴയ വഴിയിൽ കൂടെ പോകരുത്. ഞാൻ അധികം വിവരിക്കുന്നില്ല. 2, സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. യെരൂശലേം പള്ളിയിൽ പോയിച്ച് തിരിച്ചു വരിക. ഷണ്ണൻ തേരിനകത്തിരുന്ന് വായിക്കുക യെശയ്യാ പ്രവചനം 53. അപ്പം പീലിപ്പോച്ചനോട് പറഞ്ഞു, വേണ്ട അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ഗസയ്ക്കുള്ള നിർജ്ജനദേശം ഓടി തേരിനോട് ചേർന്നു. തേരെ കയറാൻ പറഞ്ഞ് കയറിയപ്പം പുള്ളി ഇരുന്ന് വായിച്ചോണ്ടിരിക്കുക. ഫേസ്ബുക്ക് ഒന്നുമല്ല, വേദപുസ്തകമാണെന്ന് എഴുതിയിട്ടില്ല, തോൽ ചുരുള തിരുവെടുത്ത് എഴുതിയത്. അപ്പൊ ചോദിച്ചു, എന്തുവാ വായിക്കുന്നത്? ദൈവവചനം. ഏത് ഭാഗമാണ്? 53 യെശയ്യാവ്. അതിലേത് വിഷയമാണ്? അറക്കാനുള്ള ആടെ പോലെ എണ്ണുന്ന ഭാഗമാണ്. ആരെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്? വായിക്കുന്നുണ്ടല്ല ഉള്ളു. ചിലര് എന്നും വായിക്കും, ഒന്നും മനസ്സിലാകുന്നില്ല, എന്നും അങ്ങ് വായിക്കുക. ചിലർക്ക് വായനാ ഭാഗമുണ്ട്. സമയമാകുമ്പോൾ ഒരാളുണ്ട്, പുള്ളി വന്ന് വായനാ ഭാഗം തുറന്നങ്ങ് വായിക്കുക. ഇതെന്നാണ് പുള്ളിക്കും അറിയാൻ മേല, കേൾക്കുന്നവർക്കും അറിയാൻ മേല. ചിലർ ശ്രദ്ധിക്കത്തുമില്ല. അപ്പൊ ഇതങ്ങ് വായിക്കുന്ന നല്ലതാണ്, ഇതിനെപ്പറ്റി ഗ്രഹിക്കുന്നൊന്നുമില്ല. അപ്പൊ ചോദിച്ചു, ഗ്രഹിക്കുന്നുണ്ടോ? അയ്യോ, ഒരുവൻ പൊരുൾ തിരിച്ചു തരാ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ ഈ ഷണ്ണനോട് പീലിപ്പോച്ചൻ പൊരുൾ തിരിച്ചു കൊടുത്തു. വായിച്ച ഭാഗം അവിടെ എഴുതിയിരിക്കുന്നത്, ആ വായിച്ച ഭാഗത്തിൽ നിന്ന് സുവിശേഷം പറഞ്ഞെന്ന 8-ാം അധ്യായത്തിന്റെ 35 മുതൽ വായിച്ചേ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അപ്പൊ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ഫിലിപ്പോസ് ഷണ്ണനോട് സുവിശേഷം അറിയിച്ചു, യേശുവിനെ പറ്റി. അങ്ങനെ സുവിശേഷം അറിയിച്ച് ഈ തേരിൽ ഇങ്ങനെ മുൻപോട്ട് പോകുകയാ. കുറച്ചു ദൂരം ചെന്നപ്പം വെള്ളമുള്ള ഒരു സ്ഥലത്ത് വന്നു. അപ്പൊ ഷണ്ണൻ ഫിലിപ്പോസിനോട് പറയാ, വെള്ളം എന്നെ ദാഹിക്കുന്നു. അല്ലല്ല, സ്നാനപ്പെടണം. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനവും പറയണം. ആൾക്കാരെ എല്ലാം കൂടെ തട്ടിക്കൂട്ടി യേശു രക്ഷിക്കും, കൈ പൊക്ക, കാല് പൊക്ക, മുന്നോട്ട് വാ, സിസ്റ്റർക്ക് എന്തോ തോന്നുന്നു, ബ്രദറിന് എന്തോ സംഭവിച്ചു, ബ്രദറെ, അതൊക്കെ നല്ല കാര്യം. ഇത് മാത്രം പറയിപ്പിച്ച് വിട്ടാ പോരാ, ശരിക്ക് സ്നാനം പറയണം. സ്തോത്രം. ശരിക്ക് സുവിശേഷം പറയുന്നുണ്ടെങ്കിൽ സ്നാനമാ. പണ്ടത്തെ യോഗമൊക്കെ അങ്ങനെ, കൺവെൻഷനൊക്കെ അങ്ങനെ. സാധാരണ ദൈവദാസന്മാരെയൊക്കെ വിളിക്കുമ്പം തലേന്നും പിറ്റേന്നും ഒക്കെ വരുന്നൊരു ചോദിക്കും, ഇന്നലെ എന്തുവാ പറഞ്ഞെന്ന്. അപ്പൊ ആദ്യത്തെ ദിവസം വിളിക്കുന്ന ആള് മാനസാന്തരമായിരിക്കും മിക്കവാറും പ്രസംഗിക്കുന്നത്. 2-ാം ദിവസം വരുന്ന ആള് സ്നാനത്തെ പറ്റി പറയും. 3-ാം ദിവസം വരുന്ന ആൾ അഭിഷേകത്തെ പറ്റി പറയും. 4-ാം ദിവസം ഉണ്ടെങ്കിൽ വരുന്ന ആള് വേർപാടിനെ പറ്റി പറയും. പിന്നെ 5ഉം 6ഉം ഒക്കെ ഉണ്ടെങ്കിൽ മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. ഇങ്ങനെ ആ പണ്ടത്തെ യോഗം. ഇപ്പോഴത്തെ യോഗം എല്ലാവരും വിടുതൽ പറയും, 7 ദിവസവും വിടുതലാണ്.
ഒന്നാം ദിവസം നേരെ നിന്ന് തങ്കയെ തള്ളി താഴെ ഇട്ടു. രണ്ടാം ദിവസം വന്ന പുള്ളി പറഞ്ഞു താഴെ വീടരുത്, ഒരു പരുവത്തിനെ ഇതിന് കൊടുക്കുന്നതാണ് നല്ലത്. മൂന്നാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഇന്ന് രാത്രി ചിലതൊക്കെ നടക്കുമെന്ന്. ശരിയാ, കുറെ പേര് ഇടയ്ക്കിടയ്ക്ക് നടന്നു പോയി, കുറെ പേര് യോഗം കഴിഞ്ഞ് നടന്നു പോയി, ഒരു പുള്ളി നടന്നു പോയി. അതാ ചിലതൊക്കെ ഇന്ന് നടക്കും. വേറെ ചില പറഞ്ഞ എന്തെന്നില്ലാത്തൊരു സാന്നിധ്യം വന്നതുകൊണ്ട് എനിക്കൊന്നും മിണ്ടാൻ മേലെന്ന്. അങ്ങനെ ഉണ്ട്, എനിക്കൊന്നും മിണ്ടാൻ മേലെന്ന്. അപ്പൊ ഒരാൾ പറഞ്ഞു എനിക്കൊന്നും മിണ്ടാൻ മേല. ഞങ്ങളുടെ രക്ഷാൻ പറഞ്ഞു മിണ്ടുന്നവരവിടെ ഉണ്ടായിരുന്നില്ല, അവർക്ക് കൊടുക്കണ്ടായിരുന്നു. നീ മിണ്ടുന്നില്ലെന്ന് പറഞ്ഞ് മൈക്ക് പാട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യാം, മിണ്ടുന്നവൻ അവിടെ വെറുതെ ഇരിക്കുകയും ചെയ്യാം. ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. അത് ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. ഷണ്ണനോട് ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞു. ഈ തിരുവെടുത്ത് ആധാരമാക്കി സുവിശേഷം, ആ സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ട്. അതുകൊണ്ട് വെള്ളം കണ്ടപ്പോൾ ഷണ്ണൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. അന്ന് ആ മുക്കാൻ പറഞ്ഞില്ല, നീ വിശ്വസിക്കുന്നു. പ്രായമുള്ളവരെ മുക്കാൻ വ്യവസ്ഥയില്ല, പിള്ളേരെ മുക്കാനും വ്യവസ്ഥയില്ല, ഒറ്റ വ്യവസ്ഥയുള്ളൂ, വിശ്വസിക്കുന്നവരെ മുക്കണം. ഇത് വിശ്വസിക്കുന്നവരെയാ മുക്കേണ്ടത്. ഷണ്ണൻ ഫിലിപ്പോസിനെ സ്നാനപ്പെടുത്തി. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷില്ല. എങ്ങനെയാ സ്നാനം? വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ യേശുനാമത്തിലല്ല, പത്രോസിന്റെ നാമത്തിലുമല്ല, പൗലോസിന്റെ നാമത്തിലുമല്ല, സഭാപിതാക്കന്മാരുടെ നാമത്തിലൊന്നുമല്ല. യേശു വളരെ വ്യക്തമായിട്ട് പറഞ്ഞേച്ചാ പോയത്. കാരണം തെറ്റിക്കുമെന്ന് കർത്താവിനറിയാം. ഒത്തിരി വിദ്വാന്മാര് പിന്നെ വരും, തിയോളജിയന്മാര്, വലിയ വലിയ വകുപ്പ് പറഞ്ഞ ആൾക്കാർ വരും. യവന്മാര് വന്നിട്ട് കുഴയ്ക്കുമെന്ന് യേശുവിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് യേശു വളരെ ക്ലിയർ ആക്കി പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ എന്നല്ല, നാമത്തിൽ ഏകത്വം, ത്രിയേക ദൈവം. മനസ്സിലാകുന്നുണ്ടോ? വല്ലോ ത്രിയേക ദൈവം, നാമങ്ങളിൽ എന്നല്ല, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒന്ന് തന്നെ. ഇതാണ് യേശു പഠിപ്പിച്ച ഉപദേശം. അപ്പോൾ ഈ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടണം. അപ്പൊ സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുക. പെന്തിക്കോസുകാര് കണ്ടുപിടിച്ച മാർഗമല്ല ഇത്. പെന്തിക്കോസുകാർ ഈ കേരളത്തിൽ വരുന്നതിന് മുമ്പേ തിരുവെഴുത്ത് എഴുതി വെച്ചിരിക്കുന്നതാണ്.